ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതവും ഗോവിന്ദും വീട്ടിലെത്തുമ്പോൾ തന്നെ ആ ഗുണ്ടകളുടെ വണ്ടി വീട്ടിലേക്ക് തൊട്ട് പിന്നാലെ തന്നെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗീതു നോക്കുമ്പോഴേക്കും ആ ഗുണ്ടകൾ വണ്ടി നിർത്തിയിട്ട് ഗീതുവിനും ഗോവിന്ദനും തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഗീതു ഗോവിന്ദനോട് പറയുന്നുണ്ട്, ദേ സർ, ആ ഗുണ്ടകൾ ഇവിടെ നമ്മുടെ ഒപ്പം തന്നെ വന്നു എന്ന് പറയുകയാണ്. ഗോവിന്ദ ആ സമയത്ത് രണ്ടുപേരെ മാറി മാറി നോക്കുകയാണ്. വീട് കയറി ആക്രമിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഗോവിന്ദ് കളിയാക്കി പറയുമ്പോൾ അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കാര്യം ചോദിക്കുമ്പോൾ, ഇവർ ബാംഗ്ലൂർ മുതൽ ഞങ്ങൾ ഫോളോ ചെയ്യാം ആണോ, എങ്കിൽ രണ്ടുപേരെ അടിച്ചൊടുക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അയ്യപ്പേട്ടൻ പോകാൻ പോകുമ്പോൾ വേണ്ട, ഇവർ ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പോകുവാണ്. അതിനുശേഷം രണ്ടുപേരെ നോക്കിയിട്ട് ചിരിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ട്. മഹേഷ്, നിങ്ങൾ പറഞ്ഞ ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് സെക്യൂരിറ്റി ഒന്നും വേണ്ടത്, അവൻ ഒരേ നിർബന്ധം പേടി. സാരില്ല സാർ, എന്തായാലും നിങ്ങൾ സേഫായിട്ട് വീട്ടിലെത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് മടങ്ങാട്ടോ. ഗീത ആകെ ചമ്മിപ്പോവാണ്. സെക്യൂരിറ്റി ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം വീട്ടിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ഗീതു ആ കാഴ്ച കാണുന്നത്. രാധികാമ്മ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിലാസിൻ്റെയും ഭദ്രനെയാണ്. അവർ പറയുന്നുണ്ട്, 3 ദിവസത്തേക്ക് ഒരു ബംഗാളിനെ വെച്ച് കഴിഞ്ഞാൽ അവർ വീട് നിന്നിട്ട് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി തരും. എന്താ ബംഗാളിനെ വെക്കാനുള്ള പൈസ നിൻ്റെ മോൻ്റെ കയ്യിലില്ലേ? അവന് വിളിക്കുന്നു പറയുവാണ്. വിനോദേ വിനോദേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പുതിയ വിനോദമായിട്ട് വരുന്നത്. അതിനുശേഷം വിനോദ് വരുന്നുണ്ട്. എന്താ അമ്മ രാവിലെ തന്നെ വിളിച്ചു പോകുന്നത്? എടാ, ഈ പ്രിയമോള് പറഞ്ഞേക്കുവാ അവളും ഗീതുമോളൊക്കെ തിരിച്ചു വരുമ്പോൾ ഈ വീട് അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കണമെന്ന്. അച്ഛനമ്മയുടെ വെറുതെ ഇരിക്കല്ലേ എന്ന് വിനോദ് പറയുമ്പോൾ, എടാ ഒരു ബംഗാളിനെ വെച്ചാൽ മതിയെടാ, അവർ ക്ലീനാക്കി തരും, ഞങ്ങളത് അറക്കലിലേക്ക് പോട്ടേടാന്ന് പറയുമ്പോൾ വേണ്ട, എൻ്റെ കയ്യിൽ ബംഗാളിന് വെക്കാനുള്ള പൈസയൊന്നും ഇല്ല, ഇവിടുത്തെ ലോക്കർ എന്ന് പറയണത് പ്രിയയാണ്, അവൾ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ എന്നൊക്കെ പറയുവാണ്. എന്തായാലും വലിയ പണിയൊന്നുമില്ലല്ലോ, അമ്മയും അച്ഛനും കൂടി ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുവാണ്. ശരിയുടെ വിലാസിനി വാ നമുക്ക് ചെയ്തു തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് വിലാസിനെ വിളിച്ചുകൊണ്ട് ഭദ്രൻ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടി പോകുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതു വീട്ടിലേക്ക് വരുമ്പോൾ രാധികാമ്മ ചിരിച്ചുകൊണ്ട് വരുവാണ്. രാധികാമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, വരുമ്പോൾ തന്നെ അവളോട് ദേഷ്യമൊന്നും കാണിക്കേണ്ട, ഗോവിന്ദൻ്റെ മുമ്പിൽ അവളെ സ്നേഹിക്കുന്ന പോലെ കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. നീ എന്തായാലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്തിനാടി വലിഞ്ഞു കയറി വീണ്ടും വന്നതെന്ന് ഗീതുയുടെ ചെവി ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അത് വന്നത് എന്തിനാന്ന് അമ്മക്കറിയില്ലേ, എല്ലാം പൊളിച്ചടക്കണ്ടേ എന്നിങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്മക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴേക്കും പ്രിയേൻ്റെ രേഖ വരുന്നുണ്ട്. നിൽക്ക് കയറാൻ വരട്ടെ അമ്മേ, ഇത് പിടിച്ച് ആരതി വീണിട്ട് നിലവിളക്കം കൊടുത്തിട്ട് വേണം കയറാനായിട്ട് എന്ന് പറയുവാണ്. രാധികാമ്മക്ക് ആകെ ദേഷ്യം വരുവാട്ടോ. രാധികാമ്മ അങ്ങനെ ആരതി മേടിക്കുന്നുണ്ട്. ഒഴിയാൻ പോകുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, അമ്മ ഇത് ഒഴിയണ്ട, അമ്മക്ക് ഇത് ഒഴിയാനുള്ള അവകാശമില്ലെന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയാണ്, നീ എന്തൊക്കെയാടി പറയണത്, അഹങ്കാരം പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ, അമ്മയുടെ അടുത്തുള്ള അവകാശം വേറെ ആർക്കും ഇവിടെ ഇല്ലെന്ന് പറയുമ്പോൾ, എല്ലാ ആചാരം അങ്ങനെയാണെന്ന് പറയുമ്പോൾ കാഞ്ചന പറയണ്ട, അതെ ആചാരം അങ്ങനെ തന്നെയാണ്, ഇതൊക്കെ ചെയ്യേണ്ടത് സുമംഗലികളാണ്, വിധവമാരിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം കാഞ്ചന പറയുന്നുണ്ട്, രാധികാമ്മ ഒട്ടും ചെയ്യാൻ പാടില്ല, രാധികാമ്മ വിധവയാണല്ലോ, സുമംഗലിയുമല്ല, അതുകൊണ്ട് ആരതി ഒഴിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ നാണം കെട്ട് പോവാണ് രാധികാമ്മ. അത് കേട്ട് ചിരിക്കുകയാണ് കേട്ടോ ഗീതു. അതിനുശേഷം എന്തും മനസ്സാടി നിൻ്റെ, അമ്മ ഒഴിഞ്ഞിട്ട് ഈ കുടുംബം നശിച്ചു പോകുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ദേഷ്യത്തിലകത്തേക്ക് കയറി പോകും. ആരതിയും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കയറിപ്പോവാണ്. ആ സമയത്ത് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ആരതി വേണ്ടെങ്കിൽ വേണ്ട, ഈ നിലവിളക്ക് താ, എന്നും ഈ വീട്ടിലെ നിലവിളക്കായിട്ട് ഞാനുണ്ടാവും, നിലവിളക്കിൽ ആക്രമിച്ചിട്ട് വരുന്ന ക്ഷുദ്രജീവികളെ ചൊറുത്ത് നിർത്തി ഞാൻ ഈ വീടിൻ്റെ നിലവിളക്കായി മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. രാധികാമ്മക്ക് ദേഷ്യം വന്നിട്ട് രാധികാമ്മ ആരതി നിലത്തിട്ട് ഉടയ്ക്കുവാണ്. അതിനുശേഷം ആരാ ഈ ക്ഷുദ്രജീവി എന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പേട്ടൻ നമ്മുടെ കാഞ്ചനടുത്ത് പറയുന്നുണ്ട്, അത് നീയാ ക്ഷുദ്രജീവി എന്ന് പറയുവാണ്. ശേഷം പൂജാറൂമിൽ പോയിട്ട് നിലവിളക്ക് വയ്ക്കുവാണ്. അതിനുശേഷം പ്രാർത്ഥിക്കുന്നുണ്ട്. രാധികാമ്മയും പുറകിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയയും രേഖയുണ്ട്. കാഞ്ചന ചോദിക്കുന്നുണ്ട്, അല്ല ബാംഗ്ലൂരിൽ പോയിട്ട് IAS പഠിക്കുന്നത് പോയിട്ട് എന്ത് പറ്റി ഗീതു പാപ്പ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് കാഞ്ചന ചേച്ചി ഞാൻ വിചാരിച്ചത്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി ഗോവിന്ദേട്ടൻ്റെ കൂടെയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, നാട്ടിലേക്ക് വാ, ഇവിടെ ഉണ്ടല്ലോ നല്ല IAS കോച്ചിങ് ഒന്ന്. ഞാനോ എന്ന് രാധികമ്മ ചോദിക്കുമ്പോൾ, അതെ അമ്മ തന്നെ, അമ്മ എത്ര പെട്ടെന്ന് എല്ലാം മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, അല്ലെങ്കിലും അമ്മക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഗീതിച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, ഗീതിച്ചിനെ കാണാതിരിക്കുകയാണെന്ന്
പറയാനൊന്നും അമ്മക്ക് പറ്റില്ല. ആ ദേഷ്യം കൊണ്ടിട്ട് അമ്മ എല്ലാവരോടും പെരുമാറിയത്. ഗീതിച്ച് വരില്ലെന്ന് പറഞ്ഞില്ല, ആ ദേഷ്യത്തിലായിരുന്നു അമ്മ എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, അതെ രാധിക പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നത്. അത് മാത്രമല്ല, ശാന്തി മേഡത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ശാന്തി മേഡവും പറഞ്ഞു തിരുവനന്തപുരത്ത് നല്ലൊരു കോച്ചിങ് സെൻ്റർ ഉണ്ട്, അവിടെ ചേർന്നാൽ മതി എന്ന് പറയുവാണ്. പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ടല്ലോ, അവരും എന്നെ ഒരുപാട് ഉപദേശിച്ചു. ഫാമിലി ഫ്രണ്ടോ, അതാരാന്ന് ചോദിക്കുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് കാഞ്ചന ചോദിക്കുമ്പോൾ പെണ്ണാ, എല്ലാവർക്കും അറിയാമായിരിക്കും വിജയലക്ഷ്മി മാഡം എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി മാഡമോ എന്ന് പ്രിയയും രേഖയും ചോദിക്കണം. നമ്മുടെ വിജയലക്ഷ്മിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാഞ്ചന പറയണ്ട് അത് ഗോവിന്ദമാമൻ്റെ ആദ്യത്തെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേഖയും അതുപോലെ തന്നെ പ്രിയയും പറയണ്ടേ എൻ്റെ കാഞ്ചന വിജയലക്ഷ്മി എന്ന് പറയുന്നത് ഗോവിന്ദേട്ടൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അങ്ങനെയാണോ, ശരി ശരി എന്ന് പറയുവാണ്. വിജയലക്ഷ്മി മേഡത്തിന് അമ്മേനെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് കേട്ടോ അമ്മേ എന്ന് നമ്മുടെ ഗീതു കളിയാക്കി പറയുവാണ്. എന്തൊരു സ്നേഹം അമ്മയെടുത്ത്, ഇത്ര അടുപ്പമാണ് അമ്മയായിട്ട്. എന്നെ 2 പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് രക്ഷിച്ചത് വിജയലക്ഷ്മി മേഡമാണ്. അയ്യോ ഇവിടെ വന്ന കാര്യം വിജയലക്ഷ്മി മേഡത്തിനെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞതാ, ഞാൻ വിളിച്ചു പറയട്ടെ എന്ന് പറയുമ്പോൾ രേഖയും പ്രിയയും പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളെയും കൂടി പരിചയപ്പെടുത്താരോ, ഞങ്ങളും വിജയലക്ഷ്മി മേഡത്തിനെ കണ്ടോട്ടെ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ പരിചയപ്പെടുത്തി തരാമല്ലോ, പിന്നെ എന്തിനാ ആവശ്യമില്ലാത്തടുത്ത് ഇവർ വന്ന് നിൽക്കണത് ചോദിക്കുമ്പോഴേക്കും ആരെക്കുറിച്ചാണ് ഗീതിച്ച് പറഞ്ഞത് എന്ന് പ്രിയ ചോദിക്കും. അയ്യോ ഞാൻ നമ്മുടെ കാഞ്ചന ചേച്ചിനെ പറഞ്ഞതാ, ഈ പൊന്നിടുക്കെടുത്തത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ. അമ്മ ഇവിടെ നിന്നോട്ട്, അമ്മ നിൽക്കണമെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മേനെ കാണുമ്പോൾ വിജയലക്ഷ്മി മേഡത്തിന് സന്തോഷവും വിജയലക്ഷ്മി മേഡത്തിനെ വിളിക്കട്ടെ എന്ന് പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.